നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 6. ഏത് കൃതിയാണ് ആദികാവ്യം എന്ന് വിശേഷിക്കപ്പെടുന്നത്? രാമായണം. സാൻഡ്രോ കാറുകൾ നിർമ്മിക്കുന്ന കമ്പനി ഹ്യൂണ്ടായി. ലിസ്ബൺ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? പോർച്ചുഗൽ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി അംബേദ്കർ. കേരള തുളസീദാസൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ബംഗാൾ സോറോ എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ബീഹാർ സോറോ എന്ന് അറിയപ്പെടുന്ന നദി കോസി. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി അരുന്ധതി റോയ്. ഏഷ്യയുടെ പ്രകാശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ശ്രീബുദ്ധൻ. തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? പാലക്കാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം 1951. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം. പ്രസിദ്ധനായ ആട്ടക്കഥാ രചയിതാവ് ഉണ്ണായി വാര്യർ. ഭാരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ PJ ആൻ്റണി. 1957 മുതൽ 1959 EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ ചുമതല ആർക്കായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ജനസംഖ്യയുള്ളത്? മലപ്പുറം. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് അന്ന ചാണ്ടി. സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ആരംഭം ഏത് രാജ്യത്തിലാണ്? ഇറ്റലി. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഏത് തീയതിയിലാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്? 1949 നവംബർ 26. സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. ഇന്ത്യയും ഏത് രാജ്യത്തെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് സ്ട്രെയ്റ്റ്? ശ്രീലങ്ക. മണ്ണൊലിപ്പിൻ്റെ പ്രധാന കാരണം എന്താണ്? വനനശീകരണം. ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം രചിച്ചത് ദാന്തെ. ഒടുവിലത്തെ അത്താഴം എന്ന പ്രസിദ്ധ ചിത്രത്തിൻ്റെ രചയിതാവ് ലിയനാർഡോ ഡാവിഞ്ചി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ചർച്ചിൽ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? ജനീവ. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യം കാനഡ. ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായ. ഏത് സംഗീതോപകരണം വായിക്കുന്നതിനാലാണ് പാലക്കാട് മണി അയ്യർ പ്രഗത്ഭൻ ആയിരുന്നത്? മൃദംഗം. ഒഡീസി എന്ന നൃത്തരൂപം ഉടലെടുത്തത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ. ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായി കാണപ്പെടുന്നു? കറുപ്പ്. ആഹാരത്തിലെ പോഷക അംശങ്ങളിലധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വച്ചാണ്? ചെറുകുടൽ. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ. ഐക്യരാഷ്ട്രസഭയുടെ നിയമാവലി പ്രാബല്യത്തിൽ വന്നത് 1945 ഒക്ടോബർ 24. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. യുദ്ധവും സമാധാനവും എന്ന പുസ്തകം എഴുതിയത് ടോൾസ്റ്റോയ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ? കോട്ടയം.
ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിട്ടുള്ള ആഹാരസാധനം മത്സ്യം. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. പാറ്റെല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുച്ചിരട്ട. ഏത് കളിയിലാണ് സ്റ്റെഫി ഗ്രാഫ് പ്രഗത്ഭനായി തീർന്നത്? ടെന്നീസ്. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റുഡ്യാർഡ് കിപ്ലിംഗ്. ഏറ്റവും അധികം ചിത്രങ്ങൾക്ക് വേണ്ടി പാടിയ ഗായിക ലതാ മങ്കേഷ്കർ. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി മാഡം ക്യൂറി. മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കിട്ടിയ ചിത്രം ചെമ്മീൻ. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കരക്കുറുപ്പ്. ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയർ. ഡെസ്ഡിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഷേക്സ്പിയർ. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. ഞാൻ വന്നു കണ്ടു കീഴടക്കി. ഈ ചൊല്ല് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂലിയസ് സീസർ. സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി മഹാത്മാഗാന്ധി. ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ സിനിമ രൂപകൽപ്പന ചെയ്തത് വാൾട്ട് സിഡ്നി. കേരള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്നത് പഴശ്ശിരാജ. മിറാഷ് 2000 എന്ന യുദ്ധവിമാനം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? ഫ്രാൻസ്. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ഷൈനി വിൽസൺ. ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരം മിൽഖ സിംഗ്. പ്രസിദ്ധനായ ഇന്ത്യൻ ഹോക്കി കളിക്കാരൻ ധ്യാൻചന്ദ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. ആൺകൊതുകിൻ്റെ പ്രധാന ആഹാരം തേനും പഴച്ചാറുകളും. എന്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഫോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ഉള്ളത്? മലബാറിലെ സസ്യങ്ങളെ പറ്റി. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര്? ലൂയി പാസ്റ്റർ. വിറ്റാമിൻ സി ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് ചെറുനാരങ്ങയിൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെ. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ ഐസോസയനേറ്റ്. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതി. ഏത് രാജ്യമാണ് പിരമിഡുകളുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായി തീർന്നത്? ഈജിപ്റ്റ്. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശം. തുടയെല്ല് അറിയപ്പെടുന്നത് ഫീമർ. പെനിസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം പിംപ്രി. ധ്രുവ പ്രദേശങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം 6 മാസം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം 1858. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ യൂറോപ്യൻ രാഷ്ട്രം നോർവേ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മദർ തെരേസ. മധ്യരേഖാ പ്രദേശത്ത് കൂടി ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്റർ? 40,000 കിലോമീറ്റർ. ബാബറിൻ്റെ ശവകുടീരം എവിടെയാണ്? കാബൂളിൽ. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടന്ന വർഷം 1930. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഇൻകിലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സർ മുഹമ്മദ് ഇക്ബാൽ. നളന്ദ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാട്ന. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ജനറൽ ഡയർ. ചന്ദ്രഗുപ്ത മൗര്യന് രാജതന്ത്രത്തിൽ പരിശീലനം നൽകിയത് കൗഡില്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം
ലുംബിനി. കേരളത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്. രത്നക്കല്ലുകളുടെ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. കല്ലടയാറ് പതിക്കുന്ന കായൽ അഷ്ടമുടി കായൽ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.